എപ്പോഴും ഈ വെയിറ്റ് ലോസ് എന്നുള്ള ആ ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. ഈ വെയിറ്റ് കൂടിയ ആളുകൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒന്ന് ഹെൽത്തി ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും നമുക്ക് ചുറ്റും. ഇപ്പം എത്ര ഫുഡ് കഴിച്ചിട്ടും എത്ര ഡയറ്റ് എടുത്തിട്ടും നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ അതിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പ് കൂടുന്ന അവസ്ഥകൾ എന്ന് പറയുമ്പം അത് പല കണ്ടീഷൻസ് കൊണ്ട് വരും. അതായത് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. ഇപ്പം തൈറോയ്ഡ് രോഗികൾക്കൊക്കെ ഈ വെയിറ്റ് കൂടി വരുന്ന അവസ്ഥകളുണ്ട്. അത് ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികൾക്ക് ശരീരത്തിൽ മെറ്റബോളിസം എന്ന പ്രക്രിയ കുറയും, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ വളരെ പതിയെ മാത്രമേ അത് മെറ്റബോളൈസ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ കഴിക്കുന്നത് മുഴുവൻ അത് കൊഴുപ്പാക്കിയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അത് ആ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് കാരണം വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തൈറോയ്ഡ് കൂടാതെ തന്നെ ഹോർമോണൽ ഇംബാലൻസിൽ വരുന്നതാണ് PMOS. അതായത് നമുക്കിപ്പം പീരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സിൽ ഉണ്ടാവുന്ന ഇറഗുലാരിറ്റി, അതിപ്പം എൻഡോക്രൈനോൾ ആവാം, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആവാം, ഒവേറിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം. അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും ഈ പറഞ്ഞിട്ടുള്ള പീരീഡ്സിൽ ഇറഗുലാരിറ്റി ഉണ്ടാവും. അതുമൂലം ചിലർക്ക് വെയിറ്റ് കൂടി വരാം. അത് ലീൻ PMOS ഉണ്ട്. അതേപോലെ തന്നെ ഒബേസ് ആയിട്ടുള്ള കേസസുകളും കാണാറുണ്ട്. ഒബേസ് ആണ്, അതായത് ശരീരത്തിൽ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഒരു അവസ്ഥകൾ തന്നെയാണ് മെയിൻലി മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. അത് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇപ്പോൾ വെയിറ്റ് കൂടിയ ആളുകൾക്ക് ഫാറ്റി ലിവർ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ വെയിറ്റ് കൂടിയ ആളുകൾക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് വരാം. വെയിറ്റ് കൂടിയ ആളുകൾക്ക് ഡയബറ്റിസ് ഇഷ്യൂസ് കാണിക്കാം. അങ്ങനെ എല്ലാം ഇൻ്റർ റിലേറ്റ്, ഡയറക്ട്ലി ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ലൈക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണവും ശരീരത്തിൽ വെയിറ്റ് കൂടാം. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ അവരുടെ ബിസി ഷെഡ്യൂൾ, വർക്ക് ഷെഡ്യൂൾ കാരണം രാത്രിയായിരിക്കും മിക്ക ആളുകളും ഫുഡ് കഴിക്കുന്നുണ്ടാവും. റീസെൻ്റായിട്ട് എനിക്ക് കോൾ വന്നിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒരു കൺസൾട്ടേഷൻ കിട്ടിയിട്ടുള്ളത് ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പം ആൾക്ക് വലിയ പ്രായമൊന്നുമില്ല, ഒരു 26 ഏജേ ഉള്ളൂ. ആൾ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 105 കിലോൻ്റെ അടുത്ത് ഭാരമുണ്ട്. ഹൈറ്റ് ഏകദേശം ഒരു 175 കിലോൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു 30 കിലോ, 25 മുതൽ 30 കിലോൻ്റെ അടുത്ത് വെയിറ്റ് എക്സസ് ആണ്. അവരുടെ ഹൈറ്റും വെയിറ്റ് നോക്കുന്ന സമയത്ത് അവർക്കൊരു 75-78 കിലോ, എങ്ങനെ പോയാലും ഒരു 80 kgൻ്റെ വെയിറ്റ് നീഡഡ് ആയിട്ടുള്ളൂ. എക്സസ് ആയിട്ട് ഒരു 20 kg എക്സസ് ആണ്. സോ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് പ്രൊപ്പോർഷണാലിറ്റി നോക്കുന്ന സമയത്ത് എപ്പോഴും ഹൈറ്റിന് അപ്പോൾ ഒരു 75 kg വെയിറ്റ് വരാൻ പാടുള്ളൂ. അപ്പോൾ എക്സസ് ആണ്, അവർക്ക് വെയിറ്റ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നോക്കിയ സമയത്ത് അവരെപ്പോഴും ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പം അവരുടെ ബിസി ഷെഡ്യൂൾ കാരണം ഓൾമോസ്റ്റ് 12 hours ഡ്യൂട്ടി വരുന്ന സമയത്ത് രാത്രി കാലങ്ങളിലാണ് അവർ കൂടുതലായിട്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഓവർനൈറ്റ് ഈറ്റിംഗ് ആണ് അവരിലേക്ക് ആ വെയിറ്റ് ഗെയിനിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസ്, കൂടുതൽ അന്നജം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. അതിപ്പോൾ ഫ്രൂട്ട് ജ്യൂസസുകൾ ഡെയിലി കഴിക്കുക, കോളകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഡെയിലി കഴിക്കുന്ന ആളുകൾക്കാണ്. എന്ത് കാര്യവും നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് ബോഡിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഒരു 21 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യം ചെയ്യുന്നോ അതാണ് നമുക്ക് നെഗറ്റീവായിട്ട്, അതായത് ആ ഒരു വെയിറ്റ് ഗെയിനിങ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും വെയിറ്റ് കൂടിയിട്ട് നമ്മൾ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല. അപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലേസിനെസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഇൻമേഷൻ ഉണ്ടാവില്ല, ഒരു മൂഡ് നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് എക്സസൈസും ഇതിലേക്ക് കൂടുതലായിട്ടും ട്രിഗർ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ തീരെ കഴിക്കാൻ പാടില്ല, 4 നേരവും നമുക്ക് പട്ടിണി കിടക്കണം എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. നമുക്ക് എല്ലാം നീഡഡ് ആണ്. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളിപ്പം കംപ്ലീറ്റ് ആയിട്ടും ഗ്ലൂക്കോസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പോഗ്ലൈസിമിക് ആവും, നമ്മൾ കൊളാപ്സ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ശരീരത്തിൽ എനർജി വേണം, ഊർജ്ജം വേണം, അതിന് ഗ്ലൂക്കോസ് നീഡഡ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ റൈസ് കഴിക്കുമ്പം 1/4 കഴിക്കുക. അത് ഏത് റൈസ് എടുക്കണം? ബ്രൗൺ റൈസ് കൂടുതലായിട്ടും കഴിക്കുക. അതായത്
തവിടുള്ള ധാന്യങ്ങൾ തന്നെ കഴിക്കുക. അതിലിപ്പം മട്ടയരി കഴിക്കാം, റാഗി ഉണ്ട്, അതേപോലെ തിന, ദെൻ ഞവര. ഇതൊക്കെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഫൈബർ കോട്ടിങ്, അതിൻ്റെ ആ ഒരു തവിടും ഉമിയും ഒന്നും കളയാത്ത രീതിയിലുള്ള ഒരു ധാന്യങ്ങളാണ്. അപ്പം അത് നന്നായിട്ട് കഴിക്കുക. പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ഏതാ? ഫൈബറാണ്. ഫൈബർ എന്ന് പറയുമ്പം അതിപ്പോൾ വെജിറ്റബിൾസിലുണ്ട്, ഫ്രൂട്ട്സുകളിലുണ്ട്, എല്ലാത്തിലും ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സുകളും വെജിറ്റബിളും ഈ ജ്യൂസാക്കി കുടിക്കുന്നതിനെക്കാട്ടും നല്ലത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുക. ഫ്രൂട്ട്സുകൾ നന്നായിട്ട് സാലഡ് ആക്കിയിട്ട് കഴിക്കണം. പിന്നെ നമ്മൾക്ക് വീക്ക്നെസ് റെഡ്യൂസ് ചെയ്യാനും മസിൽ ഡെവലപ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രോട്ടീൻ ആഹാരങ്ങൾ കഴിക്കുക. പ്രോട്ടീൻ്റെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് വയറ് നിറയാൻ സഹായിക്കുന്നതാണ്. വിശപ്പിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളിൽ നമുക്ക് റെഡ് മീറ്റ് ഉണ്ട്, മീൻ, മുട്ട, വെജിറ്റബിൾസിലൊക്കെ കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹെൽത്തി ഫാറ്റ്സുകൾ, അത് നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനും മസിൽ ഡെവലപ്മെൻറ്റ്സിനും ന്യൂറോൺ ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ അല്ലെങ്കിൽ ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ ഹെൽത്തി ഫാറ്റ്സുകൾ അത്യാവശ്യമാണ്. ഇപ്പം വെയിറ്റ് കൂടിയത് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാന്ന് പറയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ കൊഴുപ്പ് കഴിക്കുക എന്നായിരിക്കും ചിന്തിക്കേണ്ടാവുക. നല്ല ഇനം കൊഴുപ്പുകൾ, അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ് മെയിൻലി ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയും. അത് അവക്കാഡോയിലുണ്ട്, മീൻ, ഒലിവ് ഓയിലിൽ, ദെൻ എഗ്ഗിലൊക്കെ ധാരാളം ഈ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാനാണ് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ടത്. പിന്നെ ഇടനേരങ്ങളിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക. അതിൽ മഞ്ഞൾ, ദെൻ ഉലുവ, ജിഞ്ചർ, കറുവപ്പട്ട, ഇതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇടനേരങ്ങളിൽ നമ്മൾ ഈ മധുരട്ടുള്ള ചായ അല്ലെങ്കിൽ പാലൊഴിച്ചിട്ടുള്ള ചായ, കാപ്പിയോ കുടിക്കുന്നതിന് പകരം ഗ്രീൻ ടീ, എന്തെങ്കിലും ഒരു ഹെർബൽ ടീ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. ഡയറി പ്രൊഡക്ട്സുകൾ കമ്പാരിറ്റീവ്ലി ഒഴിവാക്കുന്നതാണ് ഈ വെയിറ്റ് ലോസിന് വേണ്ടി ഡയറ്റ് എടുക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ കൂടുതൽ സാലഡ്സുകളൊക്കെ നമ്മൾ ഇടനേരങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിനൊരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ അസിഡിക് നേച്ചറുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അത് അസിഡിറ്റി പ്രശ്നങ്ങൾ ട്രിഗർ ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുക. അതിൽ കാർഡിയോ വർക്കൗട്ടുകളും സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളൊക്കെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. സോ നല്ലൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഇനി തൊട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.